Hi viewers, welcome to Bosco Campus Vision. Today we are discussing the subject Labor Law and Industrial Relation of S5 BBA under Kerala University. And myself, Mary Netto, Assistant Professor from Department of Management, Don Bosco College, Kottayam. This session we are discussing a new topic, that is social security. So now we are going to discuss the concept of social security, various definitions regarding that, and the basic features of social security. So here is the concept of social security. So the concept of social security is essentially related to the high ideals on human dignity and social justice. It is primarily an instrument of social and economic justice. അപ്പോൾ ഒരു സോഷ്യൽ സെക്യൂരിറ്റി, അത് സാമൂഹ്യമായ സുരക്ഷിതത്വം എന്ന് നമുക്ക് പറയാം. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എസെൻഷ്യലി റിലേറ്റഡ് ടു ഹൈ ഐഡിയൽസ് ഓൺ ഹ്യൂമൻ ഡിഗ്നിറ്റി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. അപ്പോൾ ഒരു എംപ്ലോയിയുടെ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഹ്യൂമൻ ഡിഗ്നിറ്റിയാണ് അല്ലേ, അല്ലെങ്കിൽ ഒരു സോഷ്യൽ ജസ്റ്റിസ്, ഒരു നീതിയാണ്, അല്ലെങ്കിൽ എന്താണ് ഒരു അംഗീകാരം, ഒരു ഹ്യൂമനെ നമ്മൾ എന്താണ് അംഗീകരിക്കുക, ഒരു അന്തസ് എന്നൊക്കെ നമുക്ക് പറയാം. ഇറ്റ് ഈസ് പ്രൈമർലി ആൻ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ജസ്റ്റിസ്. അപ്പോൾ സാമൂഹ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും നീതി ലഭിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഒരു എംപ്ലോയിയെ സംബന്ധിച്ചോളമാണ് അല്ലേ. അപ്പോൾ ഒരു എംപ്ലോയിയെ സംബന്ധിച്ചോളം അദ്ദേഹത്തിനൊരു സുരക്ഷിതത്വം തൻ്റെ ലൈഫിൽ ഉണ്ടാകണം. സോ ദ സോഷ്യൽ സെക്യൂരിറ്റി ഒറിജിനേറ്റഡ് ഫ്രം ദ US ഗവൺമെൻറ് പാസ് ദ സോഷ്യൽ സെക്യൂരിറ്റി ആക്ട് ഇൻ 1935. അപ്പം 1935, ദാറ്റ് ഈസ് 1935 US ഗവൺമെൻറ്റാണ് ആദ്യമായിട്ട് സോഷ്യൽ സെക്യൂരിറ്റി ആക്ട് പാസ്സാകുന്നത്. ശരിക്കും ഇതിൻ്റെ ഒറിജിനേഷൻ അല്ലെങ്കിൽ ഇത് ഒറിജിനേറ്റ് ചെയ്തത് എവിടെയാണ്? US So the term Social Security originated from when the US government passed the Social Security Act in 1935. This act introduced the old age pension scheme. അപ്പം ആദ്യകാലത്ത് 1935 US ഗവൺമെൻറ് ആണ് ശരിക്കും ഈ സോഷ്യൽ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അവർ അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ ആക്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത എന്താണ്? ഒരു ഓൾഡ് ഏജ് പെൻഷൻ സ്കീം. അതായത് പ്രായമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജോലിയിലിരിക്കുമ്പോൾ നമുക്ക് നല്ല വിലയാണ് ഇല്ലേ, അല്ലെങ്കിൽ ശമ്പളം കിട്ടും, അത് അലവൻസസ് കിട്ടും, നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കും. പക്ഷേ ജോലിയിൽ നിന്ന് നമ്മൾ റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ വരുമാനമില്ലാതെ ആകുമ്പോൾ പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പം ആ ഒരു അപ്പം ജോലി ഇല്ലാതെ വരുമ്പോൾ റിട്ടയർമെൻറ്റിന് ശേഷം നമുക്കൊരു സെക്യൂരിറ്റി ഫീൽ ചെയ്യാനാണ് US ഗവൺമെൻറ് ആദ്യമായിട്ട് ഓൾഡ് ഏജ് പെൻഷൻ സ്കീം, അതായത് പ്രായമായവർക്കൊരു പെൻഷൻ പദ്ധതി കൊണ്ടുവരുന്നത്. So in 1938, the Social Security Board was set up to administer social security measures in the United States. And later the term was adopted in various countries in different forms. അപ്പോൾ അങ്ങനെ സോഷ്യൽ സെക്യൂരിറ്റി ബോർഡ് അവർ രൂപീകരിക്കുകയും യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ എന്താണ് ഈ സോഷ്യൽ സെക്യൂരിറ്റി ആക്ട് വെച്ചുകൊണ്ട് അവരത് ഇംപ്ലിമെൻറ്റ് ചെയ്തു. അപ്പം അവർ ഇംപ്ലിമെൻറ്റ് ചെയ്ത് സക്സസ് ആയപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഒരുപാട് രാജ്യങ്ങൾ എന്ത് ചെയ്തു? ഈ സോഷ്യൽ സെക്യൂരിറ്റി ആക്ട് 35 വെച്ചുകൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുകയും അതിൻ്റെ ഭാഗമാണ് നമ്മുടെ ഇന്ത്യയിലും സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മളെ രാജ്യവും ഏറ്റെടുക്കുന്നത്. സോ ദ കോൺസെപ്റ്റ് പ്രൈമർലി ആൻ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ജസ്റ്റിസ് എന്ന് പറയാം. ആൻഡ് സോ ഇറ്റ് ഈസ് ദ സെക്യൂരിറ്റി ഓഫ് ആൻ ഇൻകം ടു ടേക്ക് പ്ലേസ് ഓഫ് ഏർണിംഗ് ഇല്ലേ. അറിയാമല്ലോ, ഒരു സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കൊരു ഇൻകമാണ് ഇല്ലേ, നമ്മുടെ ഒരു വരുമാന മാർഗം. അതിപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചോളം എന്താണ്? നമുക്ക് ഇപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ പേരൻസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവർക്കൊരു വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നടന്നു പോകൂ. നിങ്ങളുടെ ഫീസ് അടയ്ക്കണം, നിങ്ങളെ പഠിപ്പിക്കണം, അപ്പം അങ്ങനെയുള്ള, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു അസുഖം വന്ന് ഹോസ്പിറ്റലിൽ പോകണം, അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും മണി എന്ന് പറയുന്നത്, അപ്പോൾ ഒരു ഏർണിംഗ് എന്ന് പറയുന്നൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് അല്ലേ. അപ്പോൾ അത് ശരിക്കും നമുക്കൊരു സെക്യൂർഡ് ഫീൽ തരുന്നു. സോ വെൻ ദേ ആർ ഇൻട്രപ്റ്റഡ് ദ അൺഎംപ്ലോയ്മെൻറ്റ് or a sickness or accident, to provide for the retirement through old age, to provide against the loss of support by death of another person, to meet exceptional expenditure connected with birth, death or marriage. അപ്പം ഈ ഒരു സെക്യൂരിറ്റി ഇല്ലാതാവും. ഇപ്പോൾ ചിലപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് ജോലി, ഇപ്പോൾ നിങ്ങളാണെങ്കിലും ഡിഗ്രി കഴിഞ്ഞ് അല്ലേ ഒരു കുറച്ച് നാളൊക്കെ നമ്മളിങ്ങനെ കറങ്ങി നടക്കും. പിന്നെ അത് കഴിയുമ്പോൾ ഒന്നീ PG പോകണം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു ജോലി കണ്ടെത്തണം. കാരണം നമ്മുടെ പേരൻസിൻ്റെ ഓരോ ദിവസം കടന്നു പോകുമ്പോഴും നമ്മളിലുള്ള ഉത്തരവാദിത്തം കൂടുന്നു ഇല്ലേ. അവർക്ക് പ്രായം കൂടുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തം കൂടും. നിങ്ങളായിരിക്കണം ആ വീട് പിന്നെ ഏറ്റെടുക്കേണ്ടത്. അപ്പം
ആ ഒരു സെക്യൂർഡില്ല. അപ്പം നമുക്ക് നല്ലൊരു വരുമാനമുള്ളൊരു ജോലി കിട്ടിയാൽ അത് നമ്മുടെ സെക്യൂരിറ്റിയാണ്. പിന്നെ ഒരു അസുഖം, ചിലപ്പോൾ ഒരു ആക്സിഡൻ്റ് ആവാം, ജനനം മുതൽ മരണം എന്ന് പറയുന്നതിൻ്റെ ഇടയ്ക്കുള്ള കാര്യങ്ങളെല്ലാം നടക്കണമെങ്കിൽ അവിടെ മണി എന്ന് പറയുന്ന ഒരു ഇൻകം ഇല്ലേ, ഒരു ഏർണിംഗ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മളവിടെ സേഫായിട്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റൂ. So the purpose of social security is to provide an income up to a minimum. അപ്പോൾ ഒരു സോഷ്യൽ സെക്യൂരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്കൊരു മിനിമം ഇൻകം. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഓരോ ഗവൺമെൻറ്റും ഒരു സ്ലാബ് പറയുന്നുണ്ടല്ലേ, ഇന്ന തൊഴിൽ ചെയ്യുന്നവർക്ക് മിനിമം കൂലി ഇതായിരിക്കണം. എന്തുകൊണ്ടാണ് മിനിമം കൂലി പറയുന്നത്? ആ വ്യക്തിക്ക് ഒരു ദിവസത്തെ അവൻ്റെ ജീവിതശൈലി കടന്നു പോകാനുള്ള ചിലവ് അതിൽ നിന്ന് ഉണ്ടാവണം. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് പറയുമ്പോൾ അതാണ് അല്ലേ, ഒരു വ്യക്തിക്ക് അന്നന്ന് കഴിയാനുള്ള വക അവൻ അതിൽ നിന്ന് ഉണ്ടാകണം. ആൻഡ് ഓൾസോ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ടു ബ്രിങ് ദ ഇൻട്രപ്ഷൻ ഓഫ് ഏർണിംഗ് ടു ആൻ എൻഡ് ആൻഡ് സോ ആസ് പോസിബിൾ. അതുപോലെ ഒരു വ്യക്തിയുടെ ജീവിതം എന്ന് പറയുമ്പോൾ അവന് മിനിമം കൂലി ഉണ്ടാവണം, പിന്നെ ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഇല്ലേ, അസുഖങ്ങളില്ലാത്ത മനുഷ്യരില്ല. അപ്പം ഇതിനെല്ലാം നമുക്ക് എന്ത് വേണം? ഒരു മിനിമം വരുമാന മാർഗം നമുക്ക് ഉണ്ടാവണം, ഒരു ഏർണിംഗ് ഉണ്ടാവണം. അപ്പം അതിനെയാണ് നമ്മൾ ശരിക്കും എന്തെന്ന് പറയുന്നത്? ഒരു സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. So it is a security of an income to take place of earning. അതുകൊണ്ട് തന്നെ the concept of social security is essentially related to high ideals of human dignity and social justice. It is primarily an instrument of social and economic justice. Clear with the point? So let's discuss the definition of social security. That is, according to I.L.O, that is Indian Labour Organization, social security is a protection which society provides for its members through a series of public measures against the economic and social distress that otherwise would be caused by the stoppage or substantial reduction of earning resulting from sickness, maternity, employment, injury, unemployment, invalidity, old age and death, the provision of subsidy for families with children. ഇപ്പോൾ നമ്മുടെ ഇല്ലേ സോഷ്യൽ സെക്യൂരിറ്റി ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ് അല്ലേ. ഒരു I.L.O, അതായത് ഇന്ത്യൻ ലേബർ ഓർഗനൈസേഷൻ പറയുന്നു, സോഷ്യൽ സെക്യൂരിറ്റി ഈസ് എ പ്രൊട്ടക്ഷൻ. ഒരു സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. വിത്ത് സൊസൈറ്റി പ്രൊവൈഡ് ഫോർ ഇറ്റ്സ് മെമ്പേഴ്സ്. അത് സൊസൈറ്റി ആർക്ക് കൊടുക്കുന്നതാണ്? സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഓരോ വ്യക്തികൾക്കും, മെമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തർക്കും കൊടുക്കുന്ന ഒരു പ്രൊട്ടക്ഷനാണ്. ത്രൂ എ സീരീസ് ഓഫ് പബ്ലിക് മെഷേഴ്സ്. അപ്പം അതിൽ ഒരു കൂട്ടം എന്തുണ്ട്? ചില പബ്ലിക് മെഷേഴ്സ് എഗെയിൻസ്റ്റ് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡിസ്ട്രസ്, അതായത് സാമൂഹ്യപരമായിട്ടും നമുക്കുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾക്കൊരു മറുപടി അല്ലെങ്കിൽ ഒരു സുരക്ഷിതത്വമാണ് നമുക്കവിടെ സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ആൻഡ് സോ ദ അതർവൈസ് ഇറ്റ് വുഡ് ബി കോസ്ഡ് ബൈ ദ. അപ്പം എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് സോഷ്യൽ സെക്യൂരിറ്റി തരുന്നത്? ഒന്ന് സ്റ്റോപ്പേജ് ഓർ സബ്സ്റ്റാൻഷ്യൽ റിഡക്ഷൻ ഓഫ് ഏർണിംഗ് റിസൾട്ടിങ് ഫ്രം, അതായത് ചില കാരണങ്ങൾ കൊണ്ട് നമുക്കൊരു വരുമാന മാർഗം ഇല്ലാതാകുന്നു എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഒന്ന് സിക്നസ്, ചില അസുഖങ്ങൾ മൂലം നമുക്ക് ഇനി അങ്ങോട്ട് ജോലി ചെയ്യാൻ നമുക്ക് വരുമാന മാർഗം ഇല്ല. അല്ലെങ്കിൽ മെറ്റേണിറ്റി, ഒരു സ്ത്രീ ഇല്ലേ അറിയാമല്ലോ, ഗർഭിണിയായി അല്ലെങ്കിൽ അവൾക്ക് പിന്നെ ജോലിക്ക് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, അപ്പോൾ അതിന് കിട്ടുന്ന ചില ആനുകൂല്യങ്ങൾ. പിന്നെ ഒരു എംപ്ലോയ്മെൻറ്റ്, ജോലിയിൽ ഇല്ലേ, അല്ലെങ്കിൽ ഇഞ്ചുറി, ഒരു അപകടം സംഭവിച്ചു, അൺഎംപ്ലോയ്മെൻ്റ് ആവാം, ഓൾഡ് ഏജ് ആവാം, ഡെത്ത് ആവാം. അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങളിലെല്ലാം തന്നെ നമുക്കൊരു സോഷ്യൽ സെക്യൂരിറ്റി ഗവൺമെൻറ് തരുന്നു. അപ്പോൾ ഇതിനകത്തെല്ലാം തന്നെ ഇപ്പം ജോലി ഇല്ലാത്തവർക്ക് ഓരോ പെൻഷൻ, നമ്മുടെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്, തൊഴിലില്ലാ വേതനം തരുന്നുണ്ട്, ഓൾഡ് ഏജ് പെൻഷൻ കൊടുക്കുന്നുണ്ട് ഇല്ലേ, പിന്നെ അതുപോലെ മെറ്റേണിറ്റി ബെനഫിറ്റ്സ് കൊടുക്കുന്നുണ്ട്, സിക്നസ് ബെനഫിറ്റ്, ഇൻഷുറൻസ് ഇല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാം ഒരു സോഷ്യൽ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് സൊസൈറ്റിയിലുള്ള മെമ്പേഴ്സിന് കിട്ടുന്ന കാര്യങ്ങളാണ്. ആൻഡ് ദ പ്രൊവിഷൻ ഓഫ് സബ്സിഡി ഫോർ ഫാമിലീസ് വിത്ത് ചിൽഡ്രൻ. ഇനി കുടുംബം എടുക്കുകയാണെങ്കിൽ കുടുംബത്തിനും അതിലുള്ള കുട്ടികൾക്കും ചേർത്ത് നമുക്ക് ഒരു സോഷ്യൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു പ്രൊട്ടക്ഷൻ, ഒരു സൊസൈറ്റിയിലുള്ള മെമ്പേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ശരിക്കും സോഷ്യൽ സെക്യൂരിറ്റി എന്ന് നമ്മൾ പറയുന്നത്. സോ ക്ലിയർ വിത്ത് ദി പോയിന്റ്. ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു I.L.O, social security is a protection which society provide for its member through a series of public measures against the economic and social distress that otherwise would be caused by the stoppage or substantial reduction of earnings resulting from sickness, maternity, employment, injury, unemployment, invalidity, old age and death, the provision of subsidy for families with children. അപ്പം
In total, നമുക്ക് പറയാൻ പറ്റുന്ന എന്താണ്, social security is to provide an income up to a minimum and also medical treatment to bring the interpretations of earning to an end as soon as possible. So clear with the concept and definition? So these are some of the features of social security. So on the basis of the definition, the following features of social security can be listed. And the first is, social security is a measure of ensuring social justice. It is an essential part of public in a welfare state like India. Third is, social security is a dynamic concept. And the fourth, the basic purpose of social security is to protect the people of small means from risk and contingencies. The first is, the social security is a measure of ensuring social justice. ഇല്ലേ, അപ്പോൾ നമ്മൾ ആ കോൺസെപ്റ്റിലും ഡെഫിനിഷനിലും പറഞ്ഞു തന്നെയാണ് വീണ്ടും അവർ പറയുന്നത് അല്ലേ. ഫസ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, എൻഷുറിങ് സോഷ്യൽ ജസ്റ്റിസ്. അപ്പം ഒരു സാമൂഹിക നീതി ഇല്ലേ, ഒരു സോഷ്യൽ സെക്യൂരിറ്റി. ഇപ്പം നമ്മുടെ ഗവൺമെൻറ് ഒത്തിരി തരം പെൻഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പോൾ വിഡോ പെൻഷനുണ്ട്, ഓൾഡ് ഏജ് പെൻഷൻ, പിന്നെ അതുപോലെ എന്താണ് നമ്മുടെ ഈ തൊഴിലില്ലാ വേതനം, അങ്ങനെ പലതരത്തിലുള്ള പെൻഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം ഇതൊക്കെ തന്നെ എന്താണ്, ഒരു സാമൂഹിക നീതി, ഒരു സൊസൈറ്റിക്ക് അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ള മെമ്പേഴ്സിന് ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു സോഷ്യൽ ജസ്റ്റിസ് അല്ലെങ്കിൽ നീതിയോടുകൂടി അല്ലെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റി എന്ന് നമുക്ക് പറയാം. സോ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് എൻഷുറിങ് സോഷ്യൽ ജസ്റ്റിസ്. The second one, it is an essential part of public policy in a welfare state like India അല്ലേ. അപ്പം നമ്മുടെ രാജ്യത്ത് ഇത്രയധികം പെൻഷൻസ് തരുന്നത് എന്തുകൊണ്ടാണ്, ഒരു വെൽഫെയർ സ്റ്റേറ്റിൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ പബ്ലിക്കിനെ അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങളെ ക്ഷേമം അന്വേഷിക്കുന്ന ഗവൺമെൻറ് ആയതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഇത്രയധികം എന്താണ് സെക്യൂരിറ്റി അല്ലെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റി നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് തേർഡ്, ഇറ്റ് ഈസ് എ ഡൈനാമിക് കോൺസെപ്റ്റ്. ദാറ്റ് ഈസ്, it contains change with the social and economic condition obtaining in a particular country at a given point of time. അപ്പോൾ ഇതൊരു ഡൈനാമിക് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചേഞ്ചിങ് കോൺസെപ്റ്റ്. അഥവാ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ഒരു പെൻഷൻസ് നമ്മൾ പറയുന്നെങ്കിൽ തമിഴ്നാടുവിൽ വേറൊരു രീതിയിലായിരിക്കും, കർണാടകയിൽ വേറൊരു രീതിയിൽ. അപ്പം ഓരോ സ്ഥലത്തും അല്ലെങ്കിൽ ഓരോ കൺട്രി എടുത്താലും, ഇന്ത്യ അല്ലെങ്കിൽ അതുപോലുള്ള വേറെ രാജ്യങ്ങൾ എടുത്താലും അവരുടെ എക്കണോമിക് കണ്ടീഷൻ അനുസരിച്ചാണ് ഈ സോഷ്യൽ സെക്യൂരിറ്റി അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ ഓൾഡ് ഏജ് പെൻഷൻ അല്ലെങ്കിൽ വിഡോ പെൻഷൻ എന്നൊക്കെ പറയുമ്പോൾ എമൗണ്ടിലൊക്കെ ഇപ്പോൾ ഒത്തിരി അവർ കൂട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഓരോ രാജ്യത്തിൻ്റെയും സാമ്പത്തിക വ്യവസ്ഥകൾ മനസ്സിലാക്കി അതനുസരിച്ചാണ് അവരത് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് സോ വി ക്യാൻ സേ ഇറ്റ് ഇസ് എ ഡൈനാമിക് കോൺസെപ്റ്റ്. Its content change with the social and economic condition obtaining in a particular country at a given point of time. And the fourth is, the basic purpose of social security is to protect people of small means from risk and contingency. അപ്പം ഇങ്ങനൊരു സോഷ്യൽ സെക്യൂരിറ്റി ഒരു ബേസിക് പർപ്പസ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ രീതിയിലെങ്കിലും ഹ്യൂമൻ ബീങ്സിനെ റിസ്കിൽ നിന്നും കണ്ടിജൻസീസിൽ നിന്നും അല്ലാതെ പ്രതീക്ഷിക്കാനുണ്ടാവുന്ന ചില പ്രതിസന്ധികളിൽ നിന്നും അവരെ കരകയറ്റുക. ഇപ്പം നമ്മൾ തന്നെ അറിയാം, ഒരു മാസത്തിൽ ഒരു വിഡോ പെൻഷൻ ഒരു 1300 or 400 തന്നു പറഞ്ഞാൽ ഒരിക്കലും അതുകൊണ്ടൊന്നും ആവത്തില്ല. പക്ഷേ ഒരു ചെറിയ രീതിയിലെങ്കിലും അവരെ റിസ്കിൽ നിന്ന് കരകയറ്റാം, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ വരുന്ന ചില കണ്ടീഷൻസിൽ നിന്ന്, അൺസർട്ടനിറ്റീസിൽ നിന്ന് അവരെ കരകയറ്റാനാണ് ഈ സോഷ്യൽ സെക്യൂരിറ്റി ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ദ ബേസിക് പർപ്പസ് ഓഫ് സോഷ്യൽ സെക്യൂരിറ്റി ഈസ് ടു പ്രൊട്ടക്ട് പീപ്പിൾ ഓഫ് സ്മോൾ മീൻസ് ഫ്രം റിസ്ക് ആൻഡ് കണ്ടിജൻസി. ആൻഡ് ദ ഫിഫ്ത്ത് ഇസ്, these contingencies include sickness, maternity, old age, invalidity, unemployment, death, and which impair a person's ability to support himself and his family. അപ്പോൾ these contingencies, അപ്പോൾ നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ്, ഒരു വ്യക്തിയെ അയാളുടെ റിസ്കിൽ നിന്നും കണ്ടിജൻസിയിൽ നിന്നും ഒരു ചെറിയ രീതിയിലെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് സോഷ്യൽ സെക്യൂരിറ്റി. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ റിസ്ക് അല്ലേ, അല്ലെങ്കിൽ ഒരു കണ്ടിജൻസി? ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ആർ ദി കണ്ടിജൻസീസ് ഇൻക്ലൂഡ് ഇൻ സോഷ്യൽ സെക്യൂരിറ്റി? മാർക്ക് ചെയ്ത് വെക്കണം. വാട്ട് ആർ ദി കണ്ടിജൻസീസ് ഇൻക്ലൂഡ് ഇൻ സോഷ്യൽ സെക്യൂരിറ്റി? ദാറ്റ് ആർ സിക്നസ്, മെറ്റേണിറ്റി, ഓൾഡ് ഏജ്, ഇൻവാലിഡിറ്റി, unemployment, death. അപ്പോൾ these are the contingencies included in the social security. So which impair a person's ability to support himself and his family. അപ്പം ഈ പറഞ്ഞ കണ്ടീഷൻസിൽ ഏത് നമുക്കുണ്ടായാലും
നമുക്ക് നമ്മുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാതെ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റാതെ ഇപ്പം എനിക്കൊരു ഏർണിംഗ് ഉള്ളൊരു വ്യക്തിയാണ്, പെട്ടെന്ന് എനിക്കൊരു അസുഖം വന്നു അല്ലെങ്കിൽ പെട്ടെന്ന് ജോലി ഇല്ലാതെ വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എൻ്റെ ഫാമിലിക്ക് എന്നിൽ നിന്നുണ്ടായിരുന്ന ഒരു സപ്പോർട്ടാണ് അവിടെ ഇല്ലാതെ പോകുന്നത്. അപ്പം ഈ റിസ്കിനെയൊക്കെ ഓവർകം ചെയ്യാൻ, അല്ലെങ്കിൽ ഈ ഒരു റിസ്ക് നമ്മുടെ ലൈഫിൽ വന്നാൽ ഇതിനെ ഓവർകം ചെയ്യാനാണ് ശരിക്കും സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് സൊസൈറ്റി അല്ലെങ്കിൽ ഗവൺമെൻറ് നമുക്ക് തരുന്നത്. Clear with the point? But there is a one mark question here. What are the contingencies included in social security? And the answer is the contingencies included are sickness, maternity, old age or unemployment, death, etc. So we can go for the next point. That is sixth is social security measures are generally prescribed by law. അപ്പം സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഒരു പ്രിസ്ക്രൈബ്ഡ് ലോ ഇല്ലേ, ഒരു നിയമ ഭേദഗതി ഉണ്ട്, ഇതിനകത്ത് നിയമങ്ങളുണ്ട്. ആ നിയമം അനുസരിച്ചാണ് ഇല്ലേ ഇപ്പം നമുക്ക് ഗവൺമെൻറ് എല്ലാ മാസവും ചുമ്മാ അങ്ങ് പൈസ തരും ഇല്ല, അതിന് അവരുടേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. നിയമം അനുശാസിക്കുന്ന രീതിയിലാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ജനറലി പ്രിസ്ക്രൈബ് ബൈ ദി ലോ. And the next is these measures provide for cash payment to affected person to partly compensate for the loss of income due to certain contingency. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതെന്ന് പറഞ്ഞാൽ ഒരു ക്യാഷ് പേയ്മെൻ്റ് ആണ്. ഒരു സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും കണ്ടിജൻസീസ് പറഞ്ഞു, ഇതിനെല്ലാം ഓവർകം ചെയ്യാൻ ഗവൺമെൻറ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്യാഷ് പേയ്മെൻ്റ് ആണ് ഇല്ലേ. പെൻഷനൊക്കെ തന്നെ എന്താണ് നമുക്ക് മാസം മാസം കിട്ടുന്നൊരു ചെറിയ തുകയാണ്. ആൻഡ് സോ ഇതൊരു പാർട്ട്ലി കോമ്പൻസേഷൻ ഇല്ലേ, നമുക്കൊരു ഇൻകം ഇല്ലാതെ വരുമ്പോൾ അതൊരു കോമ്പൻസേറ്റ് ചെയ്യാനാണ് ഈ ഒരു എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നത് ഗവൺമെൻറ് തരുന്നത്. സോ ദീസ് മെഷേഴ്സ് പ്രൊവൈഡ് ഫോർ ദി ക്യാഷ് പേയ്മെൻറ്റ് to affected person to partly compensate for the loss of income due to certain contingency. Clear with the point? And the last is social security is essential for the protection and stability of labor force. അപ്പം തൊഴിലാളികൾ എന്ന് പറയുന്ന വ്യക്തികളുടെ ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു നിലനിൽപ്പ്, സ്റ്റെബിലിറ്റി, ഇതിന് വേണ്ടിയിട്ടാണ് ഒരു സോഷ്യൽസ് ഇല്ലേ. തൊഴിലാളി എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുടെയും, നാളെ നിങ്ങൾ ഓരോരുത്തരും എംപ്ലോയീസ് ആവേണ്ടതാണ് അല്ലേ. അപ്പം നമ്മൾ ഓരോരുത്തരുടെയും ഒരു സോഷ്യൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ നാളെ നമ്മുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഈ സോഷ്യൽ സെക്യൂരിറ്റിയുടെ ഒരു പ്രൊട്ടക്ഷൻ അതിലൂടെ ആയിരിക്കണം. So, in the words of former president, social security is not a burden but a wise investment which yield good social dividend in the long run. ഇല്ലേ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, ഒരു ഫോമർ പ്രസിഡൻറ്റ് പറഞ്ഞൊരു വാക്കുകളാണ് ഇല്ലേ. സോഷ്യൽ സെക്യൂരിറ്റി ഇപ്പോൾ ഇത്രയധികം ഓൾഡ് ഏജ് പെൻഷൻസോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ പെൻഷൻസ് ഇതൊക്കെ കൊടുക്കുന്ന ഒരിക്കലും ഗവൺമെൻറ്റിന് ഒരു ബേർഡൻ അല്ല, പക്ഷേ അവർ പറയുന്ന ഒരു വൈസ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് വിച്ച് ഈൽഡ് സോഷ്യൽ ഡിവിഡൻ ഇൻ ദി ലോങ് റൺ എന്നാണ് പറയുന്നത്. അപ്പോൾ ക്ലിയർ വിത്ത് ദി പോയിന്റ്. ടുഡേ വി ഡിസ്കസ് ദ കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. So we discuss the concepts of social security and discuss the definition of I.L.O and we discuss the features of social security. I hope you all understood the portion. So prepare well, study well. This is the end of today's section. Thank you.